ഹായ് എവരിവൺ, പുതിയൊരു വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ഓവറോൾ ഒരു പ്ലാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രാഡേ ലെവൽസിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ മുഴുവനായിട്ടാണ് ശ്രമിക്കുക. സോ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സോണായിരുന്നു ഇത്. ഈ സോണിൻ്റെ മുകളിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നും അതുപോലെ തന്നെ ഈ സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് എക്സ്പെക്ട് ചെയ്യാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഒന്ന് നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ മാർക്കറ്റ് തിരിച്ച് റിക്കവറായി നമ്മുടെ സോണിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഒരു പാനിക് സെല്ലിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ മാർക്കറ്റിൽ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ സെല്ലേഴ്സിനെ ഒന്ന് ട്രാപ്പ് ചെയ്തതായിട്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. സോ ഇപ്പോഴും ഞാൻ സ്റ്റിൽ നെഗറ്റീവിൽ തന്നെയാണ് മാർക്കറ്റിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർവേഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ കാണാൻ സാധിക്കും. മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ പോയിന്റിലും. അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പം മാർക്കറ്റ്. സോ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പോരാത്തതിന് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോൺ. അപ്പോൾ ഇനി ഈ ഒരു സോൺ, അതായത് ഇനി എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ച് പിടിക്കാം. ഈ ഒരു റേഞ്ച് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു റേഞ്ചാണ്. ഈ റേഞ്ചിൻ്റെ അകത്ത് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആണെന്നും ഞാൻ ബുള്ളിഷ് വ്യൂ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു റേഞ്ച്, നമുക്കിതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു സോൺ ബ്രേക്ക് കഴിഞ്ഞാൽ എനിക്കൊരു ബുള്ളിഷ് വ്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാനൊരു ബെയറിഷ് വ്യൂവിലായിരിക്കും ഉണ്ടായിരിക്കും. ഏകദേശം ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ നിന്നും ഈ റേഞ്ച് വരെയുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത് നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ഓവറോൾ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനാണിത്. സോ നമ്മുടെ ഇൻട്രാഡേ സെറ്റപ്പ് ഞാൻ ചെറിയ രീതിയിലൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുത്തത് ലോസാണ് ബുക്ക് ചെയ്തത്. സോ നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഒരു ലെവൽ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് 5 മിനിറ്റ് ക്യാനിൽ ഈ ഒരു പോയിന്റിൽ റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ലോസ് ബുക്ക് ചെയ്തു. ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്ന സമയത്ത് ഞാൻ ലോസ് ബുക്ക് ചെയ്തു. ശേഷം ഞാൻ ഈ ലെവൽസുകളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാണ്, അതായത് അടുത്ത ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാണ്. ശേഷം നിഫ്റ്റി ഞാൻ ട്രേഡ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ലെവൽസ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അടുത്ത വീക്കിലേക്ക് വേണ്ടി. നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ചില ദിവസം, അതായത് ഒരു 10 ട്രേഡിംഗ് ഡേയ്സിൽ 1-2 ദിവസം മാത്രമേ നമുക്ക് ലോസ് വരുന്നുള്ളൂ. സോ ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് നല്ലൊരു ട്രേഡ് കിട്ടി. സോ ഞാനത് എൻ്റെ ലോസ് ഞാൻ കവറപ്പ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഈ ഒരു പോയിന്റിലാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവായ രീതിയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ലെവൽസും ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നോക്കിയാൽ കാണാൻ സാധിക്കും. സോ മാർക്കറ്റ് ഇവിടുന്ന് റിജക്റ്റ് ചെയ്തു, അതിനുശേഷം റിവേഴ്സ് പോകുന്നു. ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു, ഒരു W പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിയത്. ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടി. അതിലൂടെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഒറ്റ കാലിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സോ എൻ്റെ ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് അതായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്, നിഫ്റ്റിയിൽ ഞാൻ ലോസാണ് ബുക്ക് ചെയ്തത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എൻ്റെ ലെവൽസുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതൊന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്താവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റി നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 46,000 ആണ്. സ്റ്റിൽ 46,000 തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 45,000 ആണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോളിഡേറ്റഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് റേഞ്ച് ബ്രേക്ക് ചെയ്യുക, അതായത് ഈ ഒരു 46,000 ബ്രേക്ക് ചെയ്യാൻ ഒരു അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. 45,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പറയുന്നത് 22,000 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 22,000 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 21,500 ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. 21,500 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് വരും. ഓക്കെ, ഇവിടെയാണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ എൻ്റെ എക്സ്പെക്ടേഷൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വരെ എത്തുന്നതാണ്. അതായത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഈ ഒരു റേഞ്ച് വരെയെങ്കിലും എത്തും എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഓവറോൾ വ്യൂ ആണിത്. ബാങ്ക് നിഫ്റ്റി ലെവൽസുകളാണ്. സോ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക. എല്ലാ ദിവസവും നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അറിയുന്നത്, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അറിയാവുന്നതാണ്. സോ കൂടുതൽ വൈബ് ചെയ്യുന്നില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും